Hi friends, ഞാൻ ആര്യ ശങ്കർ AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം. BSc ബോട്ടണി ആൻഡ് ബയോടെക്നോളജിയുടെ സെമസ്റ്റർ 1 സിലബസുകൾ എന്തെല്ലാമെന്നും അതോടൊപ്പം തന്നെ സെമസ്റ്റർ ബേസ് ആയിട്ട് ബോട്ടണി ആൻഡ് ബയോടെക്നോളജിക്ക് ഒരു കോഴ്സുകളുടെ സമ്മറി കൂടി നമ്മളിതിൽ നോക്കുന്നുണ്ട്. കാരണം ഈ ഒരു ബോട്ടണി ആൻഡ് ബയോടെക്നോളജി എന്നുള്ളത് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് പുതിയതായിട്ട് ചെയ്തിട്ടുള്ള ഡബിൾ കോഴ്സ് കരിയർ റിലേറ്റഡ് ഫസ്റ്റ് ഡിഗ്രി പ്രോഗ്രാമിലേക്ക് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. സോ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സമ്മറി കൂടി ഏതൊക്കെ കോഴ്സുകൾ ഇത് ഈ ഒരു ടോപ്പിക്കിൽ ഇവിടുന്നെല്ലാം 3 years പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. സോ BSc ബോട്ടണി ആൻഡ് ബയോടെക്നോളജിയുടെ കോഴ്സുകളുടെ സമ്മറി ഒന്ന് നോക്കാം. ആദ്യം തന്നെ ലാംഗ്വേജ് കോഴ്സുകളായിട്ട് ഇംഗ്ലീഷും ഒരു അഡീഷണൽ ലാംഗ്വേജും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഫൗണ്ടേഷൻ കോഴ്സുകളായിട്ട് മെത്തഡോളജി ആൻഡ് പ്രിസ്പെക്റ്റീവ്സ് ഓഫ് ബയോടെക്നോളജി, ബയോഫിസിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നീ കോഴ്സുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കോംപ്ലിമെൻ്ററി കോഴ്സിലായിട്ട് ബയോകെമിസ്ട്രി, ഇൻട്രഡക്ഷൻ ടു ബയോകെമിസ്ട്രി, ജനറൽ ബയോകെമിസ്ട്രി, സൈക്കോളജിക്കൽ അസെറ്റ്സ് ഓഫ് ബയോകെമിസ്ട്രി, മെറ്റാബോളിസം, പ്രാക്ടിക്കൽ ബയോകെമിസ്ട്രി 5, പ്രാക്ടിക്കൽ ഓഫ് 1, 2, 3 and 4. കോർ കോഴ്സുകളായിട്ട് ബോട്ടണി, സൈക്കോളജി, മൈക്കോളജി, ലിഗ്നോളജി ആൻഡ് പ്ലാന്റ് മോർഫോളജി, ബ്രയോളജി, ട്രിഡോളജി, ജിംനോസ്പേം, പാലിയോബോട്ടണി, പ്രാക്ടിക്കൽ ബോട്ടണി, angiosperm, anatomy and reproductive botany, environmental studies, horticulture, mushroom cultivation and marketing, cell biology, plant breeding and evolutionary biology, practical botany 2, plant psychology, angiosperm morphology and systematic botany, genetics, economic botany, ethnobotany and medical botany, practical botany. Biotechnology vocational, microbiology, microbial metabolism, genetic and diseases, biotechnics 1, practical of 1 and 2, protista and animal diversity, animal physiology and anatomy, molecular biology, immunology, biotechnics 2, practical of 5, 4, 6 and 7, recombinant DNA technology, plant biotechnology, animal biotechnology, food and industrial biotechnology, environment biotechnology, biotechnomics 3, practical of 9, 10, 11, 12 and 13. And also open courses of vocational subject bioinformatics, food and dairy biotechnology, basic of environment biotechnology, electric course of vocational subject ആയിട്ട് bioinformatics and nanobiotechnology, genetic engineering, food and dairy biotechnology. പിന്നീട് പ്രോജക്റ്റും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ ഏതൊക്കെയാണ് പഠിക്കേണ്ടത്? ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇംഗ്ലീഷ്, ഒരു അഡീഷണൽ ലാംഗ്വേജ്, മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ബയോടെക്നോളജി വരുന്ന ഒരു കോഴ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇൻട്രൊഡക്ഷൻ ടു ബയോകെമിസ്ട്രി എന്ന സബ്ജക്റ്റ് പഠിക്കേണ്ടതായിട്ടുണ്ട്. സൈക്കോളജി, മൈക്കോളജി, ലെക്നോളജി ആൻഡ് പ്ലാന്റ് പെത്തോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. മൈക്രോബയോളജി എന്ന കോഴ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട് സെമസ്റ്റർ 1. ഇനി നമുക്ക് സെമസ്റ്റർ 1 സിലബസുകൾ നോക്കാം. ആദ്യം തന്നെ ഫൗണ്ടേഷൻ കോഴ്സായിട്ടുള്ള മെത്തഡോളജി ആൻഡ് പ്രിസ്പെക്റ്റീവ് ഓഫ് ബയോടെക്നോളജി നോക്കാം. അതിൻ്റെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഹെഡിങ് സയൻസ്, ഡിസൈൻ ആൻഡ് പ്ലാനിങ് ഓഫ് എക്സ്പെരിമെൻ്റ് എന്നാണ്. അതിൽ ബേസിക് കൺസെപ്റ്റ് ഓഫ് വാട്ട് ഈസ് സയൻസ്, നീഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച്, റിസർച്ച് പ്രോബ്ലം, ഇമ്പോർട്ടൻസ് ഓഫ് റിവ്യൂയിങ് ദ ലിറ്ററേച്ചർ, ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ ബ്രാക്കറ്റിൽ നൾ ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. അടുത്തത് ഡിസൈനിങ് റിസർച്ച് ബ്രാക്കറ്റിൽ സാമ്പിൾ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിസൈൻ, ടൈപ്പ് ഓഫ് ഡേറ്റ ആൻഡ് മെത്തേഡ് ഓഫ് ഡേറ്റ കളക്ഷൻ, ഇൻ്റർപ്രിറ്റേഷൻ ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ്. മൊഡ്യൂൾ 2 ഡേറ്റ ഹാൻഡ്ലിംഗ് ഇൻ സയൻസ് ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. അതിൽ സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഇൻ ബയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ, ഗ്രാഫിക്കൽ ആൻഡ് ഡയഗ്രാമാറ്റിക് റിപ്രസെൻറ്റേഷൻ, സെൻട്രൽ ടെൻഡൻസി, മീൻ, മീഡിയൻ, മോഡ്, any one method with a simple problem, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയേഷൻ, സ്റ്റാൻഡേർഡ് എറർ, ബേസിക് ഓഫ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്നിവ പഠിക്കേണ്ടതായിട്ടുണ്ട്. മൊഡ്യൂൾ 3 ഹെഡിങ് എന്ന് പറയുന്നത് ഓവർവ്യൂ ഓഫ് ഇൻഫർമേഷൻ ഓഫ് ടെക്നോളജി ആണ്. അതിൽ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ്, ടൈപ്പ്, ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് പെരിഫറൽ ക്യാരക്ടേഴ്സ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ, ഓവർവ്യൂ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് മേജർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഇൻട്രൊഡക്ഷൻ ടു യൂസ് ഓഫ് IT ഇൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ്, എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ, ഇൻഫ്ലെബ്നെറ്റ്, NICNET, BRNET, Internet as a knowledge repository, Google Scholar, Science Direct, application of IT in medicine, healthcare, business, commerce, industry, defense law, crime detection, publishing, communication resource management, weather forecasting, education, film and media, cyber ethics, cyber security, cyber crime, security, privacy issues എന്നിവ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. മൊഡ്യൂൾ 4 ഹെഡിങ് ആയിട്ട് ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി എന്നാണ് ഹെഡിങ്. അതിൽ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഡെഫിനേഷൻ, ഹിസ്റ്റോറിക് പെർസ്പെക്റ്റീവ്സ്,
classical concept of biotechnology, beginning of modern biotechnology, scope of biotechnology, commercial potential, biotechnology in India and global trend, major biotechnology institute and companies in India. മൊഡ്യൂൾ 4-ൽ തന്നെ മറ്റൊരു ഹെഡിങ് കൂടി ഉണ്ട്, ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി എന്നുള്ളതാണ്. അതിൽ ഇൻഡസ്ട്രിയൽ ബയോടെക്നോളജി, എൻവയോൺമെൻറ്റൽ ബയോടെക്നോളജി, ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ്, ജനറ്റിക്കൽ ക്ലോണിംഗ്, ആപ്ലിക്കേഷൻ ഇൻ ഫോറൻസിക് സയൻസ്, മെഡിക്കൽ ബയോടെക്നോളജി, സേഫർ ആൻഡ് ചീപ്പർ മെഡിസിൻ ബൈ ബയോടെക്നോളജി, agricultural biotechnology, genetically modified crop, genetically modified livestock and poultry, food biotechnology, application of biotechnology in food processing, traditional and modern food processing എന്നിവ പഠിക്കേണ്ടതായിട്ടുണ്ട്. മൊഡ്യൂൾ 5-ൽ ഹെഡിങ് എന്ന് പറയുന്നത് സേഫ്റ്റി ആൻഡ് എത്തിക്സ് ഇൻ ബയോടെക്നോളജി എന്നുള്ളതാണ്. അതിൽ ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ് GLP, ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ് ഫോർ സ്റ്റുഡൻറ്റ്, ക്വാളിറ്റി കൺട്രോൾ ഇൻ മാനുഫാക്ചറിങ്, good manufacturing practice GMP, marketing of biotechnology products, impact of biotechnology on society, ethical issues in biotechnology, IPR and patents in biotechnology, basic concept of IPR, patents and copyright, plagiarism എന്നിവയാണ് നിങ്ങൾ ആ ഒരു കോഴ്സിൽ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇനി സെമസ്റ്റർ 1-ൽ തന്നെ മറ്റൊരു കോഴ്സ് പഠിക്കേണ്ടതായിട്ടുള്ളത് ഫൈക്കോളജി, മൈക്കോളജി, ലെക്കനോളജി ആൻഡ് പ്ലാന്റ് പത്തോളജിയാണ്. അതിൽ മൊഡ്യൂൾ 1-ൽ പൈക്കോളജിയാണ് പഠിക്കേണ്ടത്. അതിൽ ഇൻട്രൊഡക്ഷൻ, റേഞ്ച് ഓഫ് താലസ് സ്ട്രക്ചർ, ഫ്ലോജനിക് ട്രെൻഡ്, പിഗ്മെൻറ്റ്, റിപ്രൊഡക്ഷൻ, ലൈഫ് സൈക്കിൾ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ FE ഫ്രിഡ്ജസ്. അതുപോലെ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ഫോളോയിങ് മേജർ ഗ്രൂപ്പ് വിത്ത് റെഫറൻസ് ടു സ്ട്രക്ചർ, റിപ്രൊഡക്ഷൻ ആൻഡ് ലൈഫ് സൈക്കിൾ ഓഫ് ദ ടൈപ്പ് ഗിവൺ ബിലോ. A. സൈനോഫൈസിസ്, ഒരു ഹൈഫൻ ഇട്ട് നോസ്റ്റോക്ക്. B. ക്ലോറോഫൈഷെ, ഒരു ഹൈഫൻ ഇട്ടിട്ട് ക്ലോറല, വോൾവോസ്, ഓഡ്ഗോണിയം, ക്ലാഡോഫോറ ആൻഡ് കാര. C. സാന്തോഫൈസി, ഹൈഫൻ ഇട്ട് വൊച്ചേരിയ. D. ബെസിലാരോഫൈസെ, പിനുലറിയ. E. ഫേഫോഫൈസെ, സർഗാസം. F. റോഡോഫൈസെ, പോളിസിഫോണിയ. അടുത്തതായിട്ട് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ എന്നൊരു ഹെഡിങ് കൂടി മൊഡ്യൂൾ 1-ലുണ്ട്. റോൾ ഓഫ് ആൽഗെ ഇൻ സോയിൽ ഫെർട്ടിലിറ്റി, ഫെർട്ടിലൈസർ, നൈട്രജൻ ഫിക്സാക്ഷൻ, സിംബോസിസ്. B. കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ഓഫ് ആൽഗെ, അഗർ, അലിഗ്രൻസ്, കാർജിനൻ, ഡൈറ്റോമോസിസ് എർത്ത്. C. ആൽഗെ, മെഡിസിനൽ അസെപ്റ്റ്, ആൽഗൽ ബ്ലൂംസ് ആൻഡ് റെഡ് ടൈഡ്സ്. മൊഡ്യൂൾ 2-ൽ മൈക്കോളജി എന്നുള്ളതാണ് ഹെഡിങ്. ഇൻട്രൊഡക്ഷൻ, സ്ട്രക്ചർ, റിപ്രൊഡക്ഷൻ, ലൈഫ് സൈക്കിൾ, ഇവല്യൂഷണറി ട്രെൻഡ്, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ എയിൻസ്വർത്ത്. 2. ഡിസ്റ്റിങ്വിഷിംഗ് ക്യാരക്ടേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ക്ലാസസ് ഓഫ് ഫംഗി റെപ്രസെന്റ് ദ ഫോളോയിങ് ജെനറ എക്സ്ക്ലൂഡിംഗ് ഡെവലപ്മെന്റൽ ഡീറ്റെയിൽസ്, ദാറ്റ് ഈസ് മൈസോമികോട്ന, ജനറൽ ക്യാരക്ടർ, സൈഗോമൈകോട്ന, റൈസോപ്പസ്, ആസ്കോമൈകോട്ന, ഹേമിയാസ്കോമാസൈറ്റ്, സാക്രോമൈസ്, പ്ലെക്ടോമൈറ്റ്സ്, പെൻസിലിയം, സലേറിയ, പിസിസ, ബാസിഡോമൈകോട്ന, ടെരിയോമൈസൈറ്റ്, പൂസിന, ഹൈമനോമൈസൈറ്റ്, അഗർഷ്യസ്, ഡിറ്റോറോമൈകോട്ന, സർക്കോസ്പോറ. എക്കണോമിക്സ് ഇമ്പോർട്ടൻസ് ഓഫ് ഫംഗി. മൊഡ്യൂൾ 3-ൽ ലൈക്കനോളജിയാണ് പഠിക്കാനുള്ളത്. ലൈക്കൻസ്, നേച്ചർ ഓഫ് അസോസിയേഷൻ, ക്ലാസിഫിക്കേഷൻ, ഹാബിറ്റ് ആൻഡ് ഹാബിറ്റാറ്റ്, ടൈപ്പ്, യൂസ്ന, തലസ് മോർഫോളജി, ഇന്റേണൽ സ്ട്രക്ചർ, റിപ്രൊഡക്ഷൻ, എക്കണോമിക് ഇമ്പോർട്ടൻസ്. മൊഡ്യൂൾ 4-ൽ പ്ലാന്റ് പത്തോളജിയാണ് പഠിക്കേണ്ടത്. പ്ലാന്റ് പത്തോളജിയിൽ ഇൻട്രൊഡക്ഷൻ ടു പ്ലാന്റ് പത്തോളജി, ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ് ഡിസീസസ് ഓൺ ദ ബേസിസ് ഓഫ് കോസിറ്റീവ് ഓർഗാനിസം ആൻഡ് സിംറ്റം, ഹോസ്റ്റ് പാരസൈറ്റ് ഇൻട്രാക്ഷൻ, സ്റ്റഡി ഓഫ് ഫോളോയിങ് ഡിസീസ് വിത്ത് എംഫസിസ് ഓൺ സിംറ്റംസ്, ഡിസീസ് cycle and control measure of leaves, mosaic of tapioca, citrus, canker, blast disease of paddy, root wilt of coconut. Brief account of the following fungicide produce mixture, lime sulfur, tobacco decoction, neem cake and oil എന്നിവയാണ് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ആ ഒരു കോഴ്സിൽ പഠിക്കേണ്ടതായിട്ടുള്ളത്. അടുത്തതായിട്ട് സെമസ്റ്റർ 1-ൽ തന്നെയുള്ള മറ്റൊരു കോഴ്സാണ്, ഒരു കോംപ്ലിമെൻ്ററി കോഴ്സാണ് ഇൻട്രൊഡക്ഷൻ ടു ബയോകെമിസ്ട്രി എന്ന് പറയുന്നതിൽ മൊഡ്യൂൾ 1-ൽ സ്ട്രക്ചറൽ feature of water molecule, dissociation of water, ionic product of water, acids and bases, concept of pH, pOH, theoretical calculation of pH and pOH, dissociation of weak acid, buffers, buffer action and buffer capacity, buffers in biological system, Henderson, Hasselbalch equation, simple numerical problem involving application of the equation എന്നിവയാണ്. മൊഡ്യൂൾ 2-ൽ സൊല്യൂഷൻ, മീനിങ് ഓഫ് നോർമാലിറ്റി,
molarity, percentage solution, mole fraction, parts per million, simple numerical problems from the above, fundamental principle of diffusion, osmosis, osmotic pressure, Van Hoff law of osmotic pressure, simple numerical problem, definition of isotonic, hypertonic solution, biological importance of osmosis, surface tension, viscosity. Module 3 colloids ആണ്. Definition of true solution, suspension, colloids and crystalloids, distinction between lithophilic and lithophobic colloids, properties of colloids, biological significance of colloids, emulsion and emulsifying agent, Donham-Membrick's equilibrium, Donnan equation and its significance. Module 4 colorimetry and spectrophotometry, Biot-Lambert's law, molar resistance coefficient, colorimeter, spectrophotometer, centrifugation, principle of sedimentation technique, principle and procedure and application of differential centrifugation, density gradient centrifugation, ultracentrifugation, rate zonal centrifugation, isophotic centrifugation, pH meter, principle and working എന്നിവയാണ്. Module 5 chromatography, principle, procedure and application of paper, TLC, ion exchange, affinity and gel filtration chromatography, electrophoresis, principle, procedure and application of sound electrophoresis, paper electrophoresis, gel electrophoresis. Module 6 bioorganic chemistry, common functional group and their significance in biomolecule, OH, SH, CHO, CO, COOH, NH2, intra and intramolecular interaction in biological system, hydrogen bond, covalent bond, hydrophobic interaction, disulfide bond, peptide bond, glycosidic bonds, Watson-Crick base pairing, van der Waals force, clarification of isomerism with examples എന്നിവയാണ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. അടുത്തതായിട്ട് സെമസ്റ്റർ 1 തന്നെ ഒരു കോർ കോഴ്സ് വെക്കേഷണലായിട്ട് പഠിക്കാനുള്ളത് മൈക്രോബയോളജിയാണ്. മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ എന്നാണ് ഹെഡിങ് നൽകേണ്ടത്. അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് സ്കോപ്പ് ആൻഡ് ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജി, പാസ്റ്റ് എക്സ്പെരിമെൻറ്റ്, ഡൈവേഴ്സിറ്റി ഓഫ് മൈക്രോബിയൽ വേൾഡ്, സ്റ്റെറിലൈസേഷൻ, കൺസെപ്റ്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ, മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ, ഡ്രൈ ഹീറ്റ്, വെറ്റ് ഹീറ്റ് ഓർ സ്ട്രീം റേഡിയേഷൻ, കെമിക്കൽ ആൻഡ് ഫിൽട്രേഷൻ. മൊഡ്യൂൾ 2 ക്ലാസിഫിക്കേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം എന്നാണ് ഹെഡിങ്. ബാക്ടീരിയ, വൈറസ്, ഫംജി, പ്രോട്ടോസോവ, കൺസെപ്റ്റ് ഓഫ് മൈക്രോബിയൽ സ്പീഷീസ്, സ്ട്രെയിൻ, ബയോവാസ്, സെറോവാസ്, ഇൻട്രൊഡക്ഷൻ ടു ബർഗെ മാനുവൽസ്. Microbial cell structure, eukaryotic, prokaryotic cells, gram-positive and gram-negative bacteria, structure of a bacteria, motility in bacteria, kind of flagella and ultrastructure of flagella. Module 3 bacterial nutrition, culture media, type and uses, bacterial growth curve, factors affecting growth of microbes, measurement of growth, batch culture, fed batch culture and continuous culture, synchronous growth of microbes. Pour culture method, direct planting, serial detonation technique, spread plate, stick plate, pour plate, slant culture and stab culture, cultural techniques of aerobes. Module 4 agriculture microbiology എന്നാണ് ഹെഡിങ്. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ, ഫ്രീ ലിവിങ് ആൻഡ് സിംബോട്ടറ്റിക് നൈട്രജൻ ഫിക്സേഷൻ, മെക്കാനിസം ഓഫ് നൈട്രജൻ ഫിക്സേഷൻ, മൈക്രോഹിസ്റ്റൽ അസോസിയേഷൻ, ബയോഫെർട്ടിലൈസേഴ്സ്, ടൈപ്സ് ആൻഡ് ആപ്ലിക്കേഷൻ, റൈസോപോസ് എഫക്ട്സ്. മൊഡ്യൂൾ 5 അഗ്രികൾച്ചർ മൈക്രോബയോളജി എന്നാണ് ഹെഡിങ്. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ, ഫ്രീ ലിവിങ് ആൻഡ് സിംബോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ, മെക്കാനിസം ഓഫ് നൈട്രജൻ ഫിക്സേഷൻ, മൈക്രോഹിസ്റ്റൽ അസോസിയേഷൻ, ബയോഫെർട്ടിലൈസേഴ്സ്, ടൈപ്പ് ആൻഡ് ആപ്ലിക്കേഷൻ, റൈസോപോർ എഫർട്ട്. അതുപോലെ മൊഡ്യൂൾ 6 വൈറോളജി എന്നാണ് ഹെഡിങ്. വൈറസ്, ജനറൽ ക്യാരക്ടേഴ്സ്, viral culture, structure of viruses, bacteriophages, structure of T4 bacteriophage, lytic and lysogenic cycle എന്നിവയാണ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ ഫ്രണ്ട്സ്, തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.